ദൈവനാമത്തിന് മഹത്വമുണ്ടായിരിക്കട്ടെ. ഞാൻ ഷൈനു ജിജു. പ്രിയപ്പെട്ടവരെ, റാക്ക് MCFന്റെ നേതൃത്വത്തിൽ ഈ മാസം നടത്തപ്പെടുന്ന ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തെ ധ്യാനിക്കുന്ന ഈ അവസരത്തിൽ പരിശുദ്ധിയുടെ പാതയിൽ നടക്കാൻ വിളി എന്ന വിഷയത്തെക്കുറിച്ച് ഏതാനും ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം പരിശുദ്ധിയിലേക്കുള്ള ഒരു തീർത്ഥയാത്രയായിരുന്നു. ഓരോ ക്രൈസ്തവനും പരിശുദ്ധിയിലേക്ക് വിളിക്കപ്പെടുകയായിരുന്നുവെന്ന് ആ വിളി സന്യാസിമാർക്കോ വൈദികർക്കോ മാത്രമുള്ളതല്ലെന്നും അദ്ദേഹം പഠിപ്പിച്ചു. കുടുംബജീവിതത്തിലും ജോലിസ്ഥലത്തും പഠനരംഗത്തും സമൂഹത്തിലുമെല്ലാം ദൈവഹിതം നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോഴാണ് നാം പരിശുദ്ധിയുടെ പാതയിൽ നടക്കുന്നത്. മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതത്തിന്റെ കേന്ദ്രം പ്രാർത്ഥനയായിരുന്നു. ദൈവവുമായി ആഴമായ ബന്ധം പുലർത്തിയിരുന്നു. അദ്ദേഹം തൻ്റെ എല്ലാ തീരുമാനങ്ങളെയും ദൈവഹിതത്തിൽ സമർപ്പിച്ചിരുന്നു. പ്രാർത്ഥനയും വിനയവും സ്നേഹവും ത്യാഗവുമാണ് പരിശുദ്ധിയിലേക്കുള്ള വഴിയെന്ന് അദ്ദേഹം തൻ്റെ ജീവിതത്തിലൂടെ സാക്ഷ്യപ്പെടുത്തി. പരിശുദ്ധി എന്നത് അസാധാരണ കാര്യങ്ങൾ ചെയ്യുന്നതിലല്ല, മറിച്ച് ദൈനംദിന ജീവിതത്തിലെ ചെറിയ കാര്യങ്ങൾ പോലും ദൈവസ്നേഹത്തോടുകൂടി ചെയ്യുന്നതാണ്. മറ്റുള്ളവരെ സ്നേഹിക്കുക, ക്ഷമിക്കുക, സത്യസന്ധത പാലിക്കുക, അവർക്കായി സഹായം കൊടുക്കുക, ദൈവകൽപ്പനകൾ അനുസരിക്കുക, ഇവയെല്ലാം പരിശുദ്ധിയുടെ പാതയിൽ പ്രധാന ചുവടുകളാണ്. ഇന്നത്തെ ലോകത്തിലെ പലവിധ പ്രലോഭനങ്ങളിൽ വെല്ലുവിളികളിലും നമുക്ക് ചുറ്റുമുണ്ട്. എന്നാൽ ദൈവത്തിൽ ആശ്രയിച്ച് ജീവിക്കുമ്പോൾ പരിശുദ്ധിയുടെ വഴിയിലൂടെ മുന്നേറാൻ നമുക്ക് കഴിയും. നിങ്ങൾ പരിശുദ്ധരാകുവിൻ എന്ന 1 പത്രോസ് 1:16 എന്ന ദൈവവചനം മാർ ഇവാനിയോസ് പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ അനുസരിച്ചു. അതുതന്നെയാണ് അദ്ദേഹം ഇന്നും നമ്മെ ക്ഷണിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, മാർ ഇവാനിയോസ് പിതാവിന്റെ ജീവിതം നമ്മെ പഠിപ്പിക്കുന്നത് വലിയ കാര്യങ്ങളിലല്ല, ചെറിയ കാര്യങ്ങളിൽ പോലും ദൈവത്തെ മഹത്വപ്പെടുത്താൻ കഴിയുമെന്നാണ്. നമ്മുടെ ദൈനംദിന ജീവിതത്തിലെ ചെറിയ സ്നേഹപ്രവർത്തികൾ, ആത്മാർത്ഥമായ പ്രാർത്ഥനകൾ, ക്ഷമാപണങ്ങൾ, സേവനങ്ങൾ എന്നിവയിലൂടെ നമ്മുടെ പരിശുദ്ധിയുടെ പാതയിൽ നടക്കാം. ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മാതൃക നമ്മെ എല്ലാവരെയും ആ വഴിയിലേക്ക് നയിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ധന്യന്മാർ ഇവാനിയോസ് പിതാവിന്റെ മാതൃക പിന്തുടർന്ന് വിശുദ്ധ ജീവിതം നയിക്കാൻ ഞങ്ങളെ സഹായിക്കണമേ. പ്രാർത്ഥനയിലും വിനയത്തിലും സ്നേഹത്തിലും വളരുവാൻ ഞങ്ങളെ കൃപ നൽകണമേ. ആമേൻ.